ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണമേ? ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണമല്ല, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്. ഞാൻ ജങ്ക് ഫുഡ്, ഈ ജങ്ക് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. പിന്നെ പൊറോട്ട കഴിക്കാറില്ല. ഓ, വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലേ? വീഡിയോ ഒഴിച്ചു കഴിഞ്ഞാൽ എടോ, ഞാൻ ഇനി സംസാരിച്ചാൽ കൂടുതൽ സംസാരിക്കേണ്ടി വരും. നീ ഇരുന്ന് തകരും. അതെനിക്കറിയാം. ശരീരത്തിന് ദോഷകരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിച്ച് വെറുതെ എൻ്റെ ശരീരത്തിന് അങ്ങനെ പണി കൊടുക്കണ്ട. ഈ സീറ്റുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഞാൻ അങ്ങനെ വലിയ വരിക്കാരൊന്നുമല്ല. ബിഗ് ബോസിനകത്ത് നിന്നിട്ട് ചുമ്മാ അല്ല അങ്ങനെ ഷീച്ചോട്ടൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞല്ല. എൻ്റെ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് പ്രാന്ത് പിടിക്കുമെന്ന് അതിനകത്തൊന്ന് അല്ലെങ്കിൽ അപ്പോൾ ഒരു രസത്തിന് അതുകൊണ്ട് കണ്ടോ, ആൻസർ കണ്ടോ. ഇഷ്ടമില്ലാത്ത ഈ പറയുന്ന പോലെ ജങ്ക് ഫുഡ്സും പിന്നെ നമ്മുടെ ഈ ബിരിയാണി, പിന്നെ ചപ്പാത്തി അങ്ങനെയുള്ള കാര്യമൊന്നും ഇഷ്ടമല്ല. പൊതുവെ നാടൻ ഫുഡ്, നമ്മുടെ ചോറും കറികളും അങ്ങനെയൊക്കെയുള്ള ഫുഡാണ് ഇഷ്ടം. അഖിലിന് ദേഷ്യം എന്നാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇതിൽ കൂടുതൽ കണ്ടിട്ടില്ല. അതിൽ കിടന്ന് കാണിക്കുന്ന ആറാട്ടം നിങ്ങൾ കണ്ടതല്ലേ? നമ്മൾ ബിഗ് ബോസിൽ കണ്ടതുപോലെ തന്നെ ആ സിറ്റുവേഷൻ വരുമ്പം അന്നേരം റിയാക്ട് ചെയ്തു, അന്നേരം കളയും, നാക്കൊക്കെ കടിച്ചു പിടിച്ച് അങ്ങനെയുള്ളൊരു ദേഷ്യം തന്നെയാണ്. അങ്ങനെ വഴക്കാളിയായിട്ടൊന്നും അല്ല, എന്നാലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒപ്പീനിയേറ്റഡ് ആയിട്ടോ ഒക്കെ ആയിരിക്കാം ദേഷ്യം കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദേഷ്യം ഒരു സംവിധായകൻ പലപ്പോഴും അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറില്ലേ നടന്മാർക്കൊക്കെ? അങ്ങനെ ആ ദേഷ്യം ഒന്ന് അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ല, നല്ല നാക്കൊക്കെ കടിച്ചു പിടിക്കുന്ന ആ ഒരു പ്ലീസ്, അത് ഓട്ടോമാറ്റിക്കലി അടുത്തത് നിങ്ങൾ എന്തൊക്കെയോ കാണിച്ചോ? ദേഷ്യം വരുമ്പോ അടുത്തത് നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ ദിവസം ഏതാണ്? അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. എടോ, അതെനിക്ക് ഓർമ്മയില്ല. ആദ്യം കണ്ടുമുട്ടിയ ആ ദിവസം എങ്ങനെയാണാവോ? ദിവസം ഓർമ്മയില്ല. വർഷം ഒരു 2013 അത് ഗണപതി അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് കണ്ടത്. നമ്മളിങ്ങനെ തൊഴുത് തിരിയുമ്പം കണ്ടതാ. ഞാനും അണ്ണനും ഗണപതി ഇങ്ങനെ തൊഴുത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞ് ഫേസ് ടു ഫേസ് നോക്കി ഒന്ന് സ്പാർക്ക് കത്തി അവിടെ. അതായിരുന്നു. അങ്ങനെ തിരിഞ്ഞ് നോക്കി സ്പാർക്ക് കത്തുകയൊക്കെ ചെയ്തായിരുന്നോ? എന്റെ അമ്മായിയമ്മയും കൂടെ എന്നെ കുടിക്കിയതാണ്. ദൈവമേ, ഇത് കഴിഞ്ഞങ്ങ് ചെല്ലണ്ടത് കേട്ടോ. ഞാൻ രക്ഷപ്പെടുമെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. ഇവര് ദൃഗാലജ്ഞാനിയാന്നുള്ളത് എനിക്കറിയാമായിരുന്നു. നിങ്ങളൊക്കെ ചോദിക്കത്തില്ല എന്റെ പ്രഡിക്ഷനെ കുറിച്ച്. ഒന്നും അല്ല, ഇതാണ് പ്രഡിക്ഷൻ. എന്റെ തിരിഞ്ഞ് ഒരു ടെസ്റ്റർ ബൈക്കായിരുന്നു. അപ്പൊ എനിക്ക് CC പോലും അടയ്ക്കാൻ ഗതിയില്ലാത്ത. അങ്ങനെയുള്ള ഒരാൾക്ക് ആ മകളെ കെട്ടിച്ചു കൊടുത്ത അമ്മയുടെ മനസ്സ് എന്ത് ധൈര്യശാലിയായിരിക്കും അല്ലേ? അഖിലിന് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? അടുത്ത ചോദ്യം. അഖിലിന് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? അതിന്റെ ആൻസർ ഞാൻ കേട്ടായിരുന്നു. സ്കൂൾ ടോപ്പർ ആയിരുന്നു. ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നോ? എല്ലാ തൊഴിലും ഉണ്ടായിരുന്നു. എന്നാലും പഠിക്കുകയും ചെയ്യല്ലേ?